നമസ്കാരം, ഞാൻ സൽക്കാർ മുഹമ്മദ്. ഇപ്പോൾ ഞാനുള്ളത് കേരളത്തിലെ എണ്ണപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവിലാണ്. മീനഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള അശ്വതി കാവുതീണ്ടൽ എന്ന മഹനീയമായ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു. ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കൊടുങ്ങല്ലൂർ പിൽക്കാലത്ത് സവർണ മേധാവിത്വത്തിന് കീഴിലായപ്പോൾ ക്ഷേത്രത്തിൽ അവകാശമുണ്ടായിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരലാണ് ഈ ഉത്സവം എന്ന് കണക്കാക്കപ്പെടുന്നു. എല്ലാ ദേശത്തു നിന്നും ഭക്തർ സംഘം ചേർന്ന് വന്നുചേരുന്നു. ഇവരിൽ പലരുടെയും കുടുംബക്ഷേത്രങ്ങളിലും ദേശക്ഷേത്രങ്ങളിലും വീടിൻ്റെ മച്ചകത്തും പൂജാമുറിയിലും മറ്റും ഭഗവതിയെ കുടിയിരുത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് ഇവർ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത്. ദേവീസ്തുതികൾ പാടി മണികെട്ടിയ വടിയോ ഭഗവതിയുടെ വാളും ചിലമ്പോ എടുത്തുകൊണ്ടാണ് അവർ വരിക. ധാരാളം കോമരങ്ങളും അക്കൂട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പല ആചാരങ്ങളും നമുക്ക് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് കാണുവാൻ സാധിക്കുന്നതാണ്. ഭരണിയിൽ പങ്കെടുക്കുന്ന ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ ലൈംഗിക ചുവയുള്ള ഭക്തിപ്പാട്ടുകൾ പാടുന്ന ഒരു ആചാരം അടുത്ത കാലത്ത് വരെ നിലനിന്നിരുന്നു. ശാക്തേയ ആചാരത്തിലെ പഞ്ചമകാരപൂജയുടെ ഭാഗമായ മൈഥുനത്തിന് പകരമായാണ് ഭരണിപ്പാട്ട് പാടിയിരുന്നതെന്നും അഭിപ്രായമുണ്ട്. എന്നാലും രതിയും ഊർവരതയും മാതൃദൈവാരാധനയും ദൈവികമായി കണ്ട് ജീവിച്ചിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരൽ കൂടിയാണ് കൊടുങ്ങല്ലൂർ ഭരണിയെന്ന് കണക്കാക്കപ്പെടുന്നു. കോഴിക്കല്ല് മൂടുന്ന ദിവസമായ തിരുവോണം നാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കൂട്ടമായി എത്തിത്തുടങ്ങുന്നു. അവർ തങ്ങളുടെ അവകാശത്തറകളിൽ
നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. കോഴിക്കല്ലിൽ ചെമ്പട്ട് വിരിക്കൽ, കോഴിയെ നടക്കി വയ്ക്കുക, വാളും ചിലമ്പും സമർപ്പണം, രോഗശാന്തിക്കായി മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക തുടങ്ങിയ വഴിപാടുകളും നടത്തപ്പെടുന്നു. അശ്വതി നാളിൽ ശാക്തേയ ആചാരപ്രകാരമുള്ള തൃച്ചന്ദന ചാർത്ത് എന്ന രഹസ്യപൂജയാണ് നടത്തപ്പെടുന്നത്. അതോടെ ഭഗവതി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് ഐതിഹ്യം. ദാരിക വധത്തിന് ശേഷം കോപം അടങ്ങാത്ത ഉഗ്രരൂപിണിയായ ഭദ്രകാളിയെ ശാന്തയാക്കാൻ ശിവഗണങ്ങൾ ദേവീസ്തുതികൾ പാടി നൃത്തമാടിയതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷമാണ് അശ്വതി കാവ് തീണ്ടൽ എന്നും നിരപരാധിയായ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യനെ വധിച്ച കന്യാവിൻ്റെ കോപമകറ്റാൻ ആണെന്നും അതല്ല ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചാമകാര പൂജയുടെ ഭാഗമാണ് ഇതെന്നും വിശ്വാസമുണ്ട്. ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങളാണ് ഭരണി മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. എന്നിരുന്നാലും ഈ വീഡിയോ ഇവിടെ ചുരുക്കുന്നു. ഞാൻ നിങ്ങളുടെ സനൽകുമാർ മുഹമ്മദ്. അടുത്ത വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും നന്ദി, നമസ്കാരം.